നമ്മൾ സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ അവിടെ ഉള്ളത്. പക്ഷെ അത് കാണിക്കാനല്ല, ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ അവിടുത്തെ ചൈനീസ് ന്യൂ ഇയർ വരിക. അപ്പോൾ അതിലൊരു 3 ഡേയ്സൊക്കെ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓഫീസൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഒരു 10 ദിവസമൊക്കെ സ്കൂളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഹോളിഡേയ്സാണ്. അപ്പോൾ ഇതിന് വരവേൽക്കാനായിട്ട് ഹോങ്കോങ്ങിൽ ഇപ്പോൾ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഫ്ലവർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഇയർ മൊത്തം ഭയങ്കര ഐശ്വര്യപൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഇവർ റെഡ് പാക്കറ്റ്സ് പരസ്പരം എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വന്നതിന് ശേഷം നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിഷുക്കായി നീട്ടൊക്കെ പോലെ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അത് മാത്രമല്ല ലയൺ ഡാൻസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലയൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ആ ഒരു ഡാൻസൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഗുഡ് ലക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവരുടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുതൽ സജീവമാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ ടെമ്പിളിൽ ഇവർ പോകുന്നതും അവർക്ക് ഐശ്വര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കണ്ടോ, കംപ്ലീറ്റ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതും ഇവർ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ലൈഫ് ഭയങ്കര സമൃദ്ധിയായിട്ട് ആ ഒരു ഇയർ മൊത്തം കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഭയങ്കര പോസിറ്റീവ് ഒരു ഇത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ വീടുകളിലും ബിൽഡിങ്സിലൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജനുവരി തുടങ്ങിയപ്പോൾ തന്നെ ഇവരിതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫെബ്രുവരി മാസം 17-ാം തീയതി ആ ഒരു സമയത്തൊക്കെയാണ് ചൈനീസ് ന്യൂ ഇയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. കാരണം ഇത്രയും നേരത്തെ തന്നെ അവർ ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ.